ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലക്ഷ്മിക ലച്ചൂസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നാളെ നമ്മൾ ലച്ചുക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിലാണ് നമ്മളുള്ളത്. ലച്ചു ബലൂണെല്ലാം ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബലൂണിന് കാറ്റ് നിറക്കേണ്ട പരിപാടിയാണ്. നാളെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലച്ചു പറഞ്ഞു ഇന്നേ നമുക്ക് കുറച്ച് കാറ്റെല്ലാം നിറച്ച് വെക്കാം, എന്നാൽ പിന്നെ നാളെ വേഗം എളുപ്പത്തിൽ വേഗം ഡെക്കറേറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബലൂൺസ് എല്ലാം കാറ്റ് ഇറക്കുമ്പോൾ പോക്കിരി കുട്ടിയുണ്ട്, നമ്മളപ്പോൾ ലാമി കുട്ടിയുണ്ട്. അപ്പോൾ ലാമിയും ഞാനും ലിച്ചും കൂടിയാണ് ബലൂൺസിന് കാറ്റ് ഇറക്കാൻ പോകുന്നത്. എന്നാൽ ലാമി ഇടയിൽ നിന്ന് എന്തൊക്കെയോ കുരുത്തക്കേടെല്ലാം ഒപ്പിക്കുന്നുണ്ട്. ലിച്ചു എന്താ അതിഭയങ്കരമായിട്ട് കാറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാറ്റെല്ലാം നിറച്ചിട്ട് വേണം പെട്ടെന്ന് കിടന്നുറങ്ങാൻ. നാളെ രാവിലെ ഒന്ന് അമ്പലത്തിലെല്ലാം പോകണം. അപ്പോൾ ബാക്കി നാളെ രാവിലെ കാണാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇതാ ലച്ചുവിനെ വിളിക്കുകയെന്ന് ഞാൻ. ലച്ചു ലാമി നല്ല ഉറക്കാണ്. ഹാപ്പി ബർത്ത്ഡേ. ലച്ചുവിനെ വിളിക്കട്ടെ. അമ്പലത്തിൽ പോണ്ടേ? വാ, ഇതാ അമ്മയെല്ലാം മാറ്റി. ബർത്ത്ഡേ കളല്ലേ? ഞാൻ രാവിലെ എണീച്ച് വിളക്കെല്ലാം കത്തിച്ചു. അപ്പോഴത്തേക്ക് ഇതാ ലച്ചു മാറ്റിയിട്ടെല്ലാം വന്നിട്ടുണ്ട്. എന്താ വണ്ണാരത്തിലെല്ലാം പൈസയില്ലുണ്ട്, അമ്മമ്മ കൊടുത്തതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ്, ശിവക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. എന്താ പപ്പയും ലച്ചും കൂടി വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. അതിനിടയിൽ ലാമിനെ കളിപ്പിക്കുന്നുണ്ട്, കൂട്ടൂല എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതാ നമ്മളെ ആമിക്കുട്ടീൻ്റെ അടുത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഏട്ടൻ്റെ ഫ്രണ്ടാണ് അജിൻ. അപ്പോൾ ഇവർ രണ്ടാളെയും ബർത്ത്ഡേ ഒരുമിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ടെല്ലാം വരട്ടെ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ആമീൻ്റെയും ലച്ചുവിൻ്റെയും കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. നമ്മളിപ്രാവശ്യം ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ പിറന്നാളിനും ബീച്ചിലെല്ലാം പോയിട്ട് ഫോട്ടോസ് എടുക്കലുണ്ട്. ഇപ്രാവശ്യം അതൊന്നും നടന്നിട്ടില്ല. അപ്പം നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയെന്ന്. വീട്ടിൽ പോയിട്ട് ബാക്കി ഡെക്കറേഷൻ പരിപാടിയെല്ലാം നോക്കാനുണ്ട്. അപ്പം വീട്ടിലത്തെ വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തി ചായ എല്ലാം കുടിച്ച് പപ്പയും മോളും കൂടി ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. പപ്പയോട് ഇന്ന് ലീവാക്കണം എന്നാണ് പറയുന്നത്. പപ്പ ഇന്ന് പോകണ്ടാൽ നേരത്തെ വരണം എന്നെല്ലാം പറഞ്ഞ് എന്നിട്ട് പോകാൻ ലേറ്റായി. ലച്ചു പറഞ്ഞ് എനിക്ക് ഡെക്കറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇത് മറ്റേ സോളാറിൻ്റെ എന്തോ ബാക്കി വന്ന് വയറിൻ്റെ മുകളിലാണ് ഈ ബലൂൺ ഫിറ്റാക്കുന്നത്. അതിങ്ങനെ ഷേപ്പിൽ വളച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. ഒരാഗ്രഹം ലച്ചുവിൻ്റെ 8 നമ്പർ വന്നിക്കുന്നുണ്ട്.
ബലൂൺ ഡെക്കറേഷൻ കണ്ട നമ്മളെ സോളാർ ആക്കുമ്പോൾ എന്നിട്ട് വയറാണ് ചെറുതായി പോയാ ഇത്രയും ഉണ്ടാവും തോന്നുന്നല്ലേ. ലച്ചുവിനൊരു സാധനം അവളെ പപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്നതാണ്. ഞാനത് ഏട്ടനോട് പറഞ്ഞ് ഇപ്പോൾ കൊടുക്കണ്ട, നമുക്ക് നാളെ രാവിലെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. കുറേ ദിവസമായി അവൾ പറയുന്നത് മറ്റേ റുബിക്സ് ക്യൂബ് വേണമെന്ന്. അപ്പോൾ ഇന്നലെ ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് കിട്ടിയാലും ഭയങ്കര ഹാപ്പി ആയി അവൾ. അങ്ങനെ വെറുതെ ഒന്ന് സർപ്രൈസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ പരിപാടിയെല്ലാം നോക്കട്ടെ. അപ്പോൾ വൈകുന്നേരമാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ വൈകിട്ട് കാണാം. Happy birthday to you. Happy birthday. അപ്പോൾ ബർത്ത്ഡേ എല്ലാം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ലച്ചു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ഗിഫ്റ്റെല്ലാം കൊടുത്ത് ഇതാ ഒരുപാട് ചോക്ലേറ്റ്സും കേക്കും എല്ലാം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ മൊത്തത്തിൽ ലേറ്റായി. ഇനി ഫുഡെല്ലാം കഴിക്കണം. എല്ലാവർക്കും അവരവരെ വീട്ടിലേക്ക് എത്തേണ്ടതാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുകയെന്ന്. ബിരിയാണി വെച്ചിട്ടുണ്ട്, പിന്നെ പാലട പായസം വെച്ചിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിക്കേണ്ട പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ. ബൈ ബൈ.